ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ചു. ഇന്ന് അമോറിയം കഴിഞ്ഞ ദിവസം തന്നെ എത്തി. ബാക്കി ഇന്ന് നമ്മുടെ കുറച്ച് പ്ലേയേഴ്സ് എല്ലാവരും എത്തിയിട്ടില്ല. കാരണം എല്ലാം അറിയാലോ, നമ്മുടെ ബ്രൂണോ, ഡിയാഗോ ഡാലോ രണ്ടു പേർക്കും കുറച്ചൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അവര് നമ്മുടെ ജോത്തേന്റെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൈം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും വന്നു. സിറിക്സി, മൗണ്ട്, മൈനു, കൊളിയർ, ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. പിന്നെ നമ്മുടെ പുതിയ സൈനിങ്സ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, പുതിയ സൈനിങ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മത്തായസ് കൂന ഉണ്ടായിരുന്നു. പിന്നെ ഡിഗോ ലിയോൺ നമ്മൾ കുറെ മുന്നേ തന്നെ സൈൻ ചെയ്തു. ഇപ്പോഴാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തത് സമ്മറിൽ. അപ്പോ പുള്ളിക്കാരനും എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നു. പ്രീ സീസൺ തുടങ്ങി. ഞാൻ വലിയ പ്രതീക്ഷയിലൊന്നുമല്ല ഉള്ളത്. കാരണം ലാസ്റ്റ് സീസണിലുള്ള പ്ലേയേഴ്സ് തന്നെയല്ലേ. ആകെ ഒരു മത്തായസ് കൂന മാത്രമേ ഉണ്ട് മാറ്റം. അതിൽ പിന്നെ വലിയ അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ. നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ കളിയുമാണ്. പിന്നെ ഗ്യോക്കോറസിന്റെ ഡീൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വിക്ടർ ഗ്യോക്കോറസ് ടു ആഴ്സണൽ. അതെന്തായാലും നടന്നോട്ടെ. കാരണം നമ്മൾ വേണ്ടാത്ത ഒരു പ്ലെയറിനെ നമുക്കും വേണ്ട. പ്ലാൻ ബി, സ്റ്റെപ്പിനി പോലെ ഇങ്ങനെ ഒരു ക്ലബിനെ കാണുന്ന ഒരു പ്ലെയർ നമ്മളെടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അവനിക്ക് ആഴ്സണൽ തന്നെയായിരുന്നു ആദ്യം പ്രിഫറൻസ്. പക്ഷെ ആഴ്സണൽ എന്തൊക്കെയോ കളിച്ചു. സെസ്കോന്റെ പിന്നാലെ കുറെ പോയി, വീണ്ടും ഇങ്ങോട്ട് അവന്റെ പിന്നാലെ വന്നു. ലാസ്റ്റ് ഇപ്പോൾ ഗ്യോക്കോറസിന്റെ ഡീൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഹിയർ വിഗോ വരും. നമുക്ക് ഇനി ആകെയുള്ളൊരു ഓപ്ഷൻ വിക്ടർ ഒസീമനാണ്. ഒസീമനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഒസീമനോട് സാലറി വേജസ് കട്ട് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ വിക്ടർ ഒസീമൻ റിജക്റ്റഡ്. എനിക്കിപ്പോ തോന്നുന്നത് ഒസീമന്റെ സാലറി അങ്ങോട്ട് കൊടുത്താൽ പോരെ, കുറെ കൂടുതലൊന്നും ചോദിക്കുന്നില്ലല്ലോ. എന്തായാലും ഈ റാഷ്ഫോർഡ് പോവും, അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. നിക്കോ വില്യംസ് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും നമ്മുടെ ബാർസയിലേക്ക് എന്തായാലും പോവും. പിന്നെ സാൻജോന്റെ ഡീലും ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. 25 ആണ് നമ്മൾ ചോദിക്കുന്നത് യുവന്റസിനോട്. പക്ഷേ യുവന്റസ് പറയുന്നത് 21 പ്ലസ് ആഡ് ഓൺസ് തരാന്നാണ്. അത് ഓൾമോസ്റ്റ് രണ്ടാണ്. ആന്റണീന്റെ കാര്യത്തിലാണ് പിന്നെ ഒരു തീരുമാനം ആവാത്തതുള്ളത്. റിയൽ ബെറ്റിസിന് പൈസയൊന്നും തരാനില്ലാത്തത് കൊണ്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും ഒരു സ്ട്രൈക്കർ ഇല്ലാണ്ട് എങ്ങനെ കളിക്കും? റാസ്മസ് ഹോയ്ലൻഡ്, കുന്നംകുളം ഹാലൻഡിനെ വെച്ചിട്ട് തന്നെ അടുത്ത സീസൺ മുന്നോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലും വലിയ ഒരു ദുരന്തം ഇനി വേറെ നടക്കാനില്ല. പിന്നെ പുതിയൊരു ടീംസ് കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഡൊമിനിക് കാൽവർട്ട് ലൂയിസ്, നമ്മുടെ എവർട്ടന്റെ വെറ്ററർ പ്ലെയർ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ സ്ട്രൈക്കറാണ്. ഇത് എന്താ ഇവന്മാര് അമോറിം എന്തിപ്പോ ഞാനിപ്പോ എന്താണ് അതിനൊരു സമവാക്യം പറയാ നിങ്ങളോട്. അമോറിം മാമ്പഴം ചോദിച്ചു കഴിഞ്ഞാല്, നല്ല പഴുത്ത മൽഗോവ മാമ്പഴം ചോദിച്ചു കഴിഞ്ഞാല് ഇവന്മാര് നമ്മളെ മറ്റേ ഈമ്പി തിന്നുന്ന മറ്റേ കടുമാങ്ങയില്ലേ, അതാണ് കൊടുക്കുക. അതാണ് നമ്മുടെ മാനേജ്മെന്റ്. ബാക്കിയുള്ള ക്ലബിന്റെ സ്കൗട്ടും ആ മാനേജ്മെന്റും എത്രത്തോളം മാനേജേഴ്സിനെ അവർ ബാക്ക് ചെയ്യുന്നുണ്ടോ, അതും നമ്മുടെ യുണൈറ്റഡിൽ വരുന്ന മാനേജേഴ്സിനെ ബാക്ക് ചെയ്യുന്ന സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു പൂ ചോദിച്ചു കഴിഞ്ഞാല് പൂന്തോട്ടം കൊടുക്കും. ഇവിടെ അമോറിം ഒരു പൂ ചോദിച്ചു, ഇവന്മാരെന്താ ചെയ്തത്? പൂവിന്റെ തണ്ട് കൊടുത്തു, നീ നട്ട് വളർത്തിക്കോ എന്നുള്ള പോലെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഡൊമിനിക് കാൽവർട്ട് ലൂയിസിനെ കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാനാണ് ഇവിടെ? ആദ്യം വാറ്റ്കിൻസ് ആയിരുന്നു. വാറ്റ്കിൻസിനാണെങ്കിൽ 29 വയസ്സായ വാറ്റ്കിൻസിന് 60+ മില്യൺ വേണമെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഗർനാച്ചോന് ഒരു 70 മില്യൺ പ്രൈസ് ടാഗ് ഇട്ടപ്പോ ലോകത്തുള്ള എല്ലാവരും ട്രോള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും പൈസയോ? ഇപ്പൊ എന്താണ് ചെൽസി എത്രയാണ് ന്യൂനോ മെഡേക്കന് പ്രൈസ് ടാഗ് ഇട്ടിരിക്കുന്നത്? 55 to 60 ആണ്. അവന്റെ അത്ര ഉണ്ടാ? ഗർനാച്ചോ അതിലും നല്ലോണം കളിക്കുന്നുണ്ട്, സത്യം പറയാലോ, അതിലും നല്ലോണം കളിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഗർനാച്ചോക്ക് 70 തന്നെ കിട്ടണം, കിട്ടിയേ മതിയാവും. അത് ചെൽസി തരുമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെങ്കിൽ പ്രീമിയർ ലീഗിൽ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരൊറ്റ ടീം ഗർനാച്ചോന്റെ പിന്നാലെ ഒന്നുമില്ല. ഞാനാണ് നെക്സ്റ്റ് റൊണാൾഡോ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന ഒരു പ്ലെയറാണ്. ഒരു മനുഷ്യനെ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല.
അതമ്പതിച്ചിട്ട് അങ്ങേ അറ്റെത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു നമ്മുടെ ഒസീമന്റെ ഡീലെങ്കിലും നടന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് ഫാബ്രിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഗലാറ്റസ്ട്രി അവരുടെ ഫസ്റ്റ് ബിഡ് ഇട്ടു നെപ്പോളിക്ക് 50+5 ആഡ് ഓൺസ്. കാരണം അവർക്കൊന്നും അവന്റെ സാലറി ഒരു പ്രശ്നമല്ല. എനിക്കറിയില്ല, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നതും പറയപ്പെടുന്നതും. എന്നിട്ടും ഒരു പ്ലെയർ ചോദിക്കുന്ന സാലറി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അത്രയും കടത്തിലാണ്, അത്രയും FFP റൂൾസ് തേങ്ങാ മാങ്ങയിലൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ചോദിക്കുന്ന പ്ലെയറിനും തരാൻ പറ്റില്ല, ഞങ്ങളൊരു പ്ലെയറിന് തരും. ഇതാണ് ആ പ്ലെയർ, ഇവനെ വെച്ചിട്ട് നിനക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ നീ കളിച്ചോ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഗലാറ്റസ്ട്രീയില് ഒസീമന് ഒരു പ്രശ്നമില്ല. ഒസീമൻ എവിടെ നിന്നാണോ സാലറി കിട്ടുന്നത് അവിടെ ഒസീമൻ ഉണ്ടാവും. അതിപ്പോ യുണൈറ്റഡ് ആയിക്കോട്ടെ, യുണൈറ്റഡ് തരാന്ന് പറഞ്ഞാൽ യുണൈറ്റഡിൽ വരും. അവന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മളടുത്ത് സാധനമില്ല പോലും. എന്തായാലും ഈ പ്ലേയേഴ്സ് ഒക്കെ പോവും. അമോറിം തുറന്നടിച്ച് പറഞ്ഞല്ലോ, പ്രീ സീസണിന് പോലും വരണ്ടെന്നാ പറഞ്ഞത്. ഗേറ്റ് അടച്ച് സെക്യൂരിറ്റിനെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. പഞ്ചാബി ഹൗസിൽ സെക്യൂരിറ്റിനെയൊക്കെ വെക്കുന്ന വല്ല സെക്യൂരിറ്റി ഇങ്ങനെ പുറത്ത് നിന്നിട്ടുണ്ട്. ഈ 5 ആൾക്കാർ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തട്ടിക്കൊള്ളണം. അല്ല, അങ്ങനെ ആകുമ്പോ എന്തായാലും അവര് പോവും, ആരെങ്കിലുമൊക്കെ വാങ്ങും, സാലറി കൊടുക്കാൻ പറ്റുമല്ലോ. ഇത് ഡീലൊന്ന് ആക്സെപ്റ്റ് ചെയ്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കർ ആയില്ലേ. ഇതിപ്പോ ഈ കാൽവർട്ട് ലൂയിനെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് നടക്കാനാണ്? ഹാലൻഡ് 2 തന്നെയായിരിക്കും. അല്ല സോറി, ഹാലൻഡ് അല്ല, ഹോയിലുണ്ടാണ്. ഹാലൻഡ് കേൾക്കേണ്ട അടിച്ചു കൊല്ലലായിരിക്കും. കുന്നംകുളം ഹാലൻഡ് അങ്ങനെ പറയാം നമ്മുടെ ഹോയിലുണ്ടിന്. അവനാണെങ്കിൽ എവിടെയും പോകാൻ താല്പര്യമില്ല അത്ര. ആദ്യമൊക്കെ ഇന്റർ മിലാനെ കുറച്ച് പിന്നാലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തന്നെ ഇന്നൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹീസ് ഹിയർ ടു സ്റ്റേ. അവൻ ഇനിയും ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് എങ്ങനെയെങ്കിലും മാക്സിമം കുറച്ചും കൂടി കുളം തോണ്ടാൻ ബാക്കിയുണ്ട്. അത്ര ഫുള്ളായിട്ട് തീർന്നില്ല, എനിക്ക് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അതും കൂടി തോണ്ടിയിട്ട് വെള്ളം കണ്ടിട്ട് ഞാൻ പോകുള്ളൂ. തോണ്ടട്ടെ, ഇവിടെ ഇരുന്ന് തോണ്ടട്ടെ. നെക്സ്റ്റ് സീസൺ മിക്കവാറും തീരുമാനമായി. പ്രീ സീസണിന് മുന്നോടി അമോറിമിന് വേണ്ട പ്ലേയേഴ്സിനെ വേണമെന്ന് അമോറിം തുറന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവന്മാരെ കൊണ്ട് നടന്നില്ല. ഡേ 1 മത്തായസ് കൂനിയനെ ഡീൽ ചെയ്തു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് 1 മാസവും 6 ദിവസവും ഇപ്പോ ആരുടെ പിന്നാലെ? ബ്രിയാൻ എംബോമോയുടെ പിന്നാലെ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? എന്നിട്ടും ആ ഡീല് ക്ലോസ് ആയിട്ടില്ല. ഇന്നും ഫാബ്രിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, നെഗോഷിയേഷൻ ക്ലബ് ടു ക്ലബ് ടോക്സ് ഈസ് ഓൺ ഗോയിങ് ഓൺ. ഈ 1 മാസം 6 ദിവസം എന്താണ് ഇവന്മാര്? എന്താ സിനിമ കഥ പറയാണ് അവിടെ ഇരുന്നിട്ട്? എന്ത് കഥ പറയല്ലേ ഇത്? എന്ത് നെഗോഷിയേഷനാണ്? നെഗോഷിയേറ്റ് ചെയ്തിട്ട് പൈസ കുറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. ഇത് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനെ കൂടി പോവല്ലേ, റേഞ്ച് കൂടുകയാണ്. അപ്പൊ പിന്നെ കൊടുത്ത് ഒഴിവാക്കുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയറിന്റെ പിന്നാലെ പോവാ. ഇതിങ്ങനെ ദിവസവും തള്ളിക്കളഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ എന്തായി? 3G ആയി, നമ്മൾ തന്നെ 3G ആയി, വേറെ ആരുമല്ല. മാനേജേഴ്സിനൊന്നും ഒരു ഗോസലും ഇല്ല. നമ്മൾ ഫാൻസ് തന്നെയാണ് മണ്ടന്മാരാകുന്നത് ഇതിൽ. സ്ട്രൈക്കർ ഇല്ലാണ്ട് കളിക്കേണ്ടി വരും, ഗോൾ അടിക്കാൻ ഒരു പ്ലെയർ ഇല്ലാണ്ട് കളിക്കേണ്ടി വരും. സോറി കേട്ടോ, ഹെൽത്ത് ശരിയായിട്ടില്ല. അപ്പൊ സൗണ്ട് കൂടുന്നതിനനുസരിച്ച് ചുമ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ്, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അതാണ് അവസ്ഥ. സ്ട്രൈക്കർ ഇല്ലാണ്ട് ഗോൾ അടിക്കാൻ അറിയുന്ന ഒരു ആളില്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? ആസ്നലില് ഗ്യോക്കോറസ് വന്നു. സിറ്റിന്റെ കാര്യം പിന്നെ പറയണ്ട, പറ എന്ന് പറഞ്ഞിട്ടുള്ള സൈനിങ്സ് ആണ്. ചെൽസി നോക്കിയേ, ഡിലാപ്പിനെ സൈൻ ചെയ്തു, ജോ പെഡ്രോനെ സൈൻ ചെയ്തു. അവരുടെ അറ്റാക്കും സെറ്റായി. അടുത്തത് ലിവർപൂൾ ആണ്. ലിവർപൂൾ ഓൾറെഡി മില്യൺസ് ഒക്കെ സ്പെൻഡ് ചെയ്ത് നല്ല നല്ല സൈനിങ്സ് നടത്തി. അടുത്ത അവർക്ക് എന്തോ സ്ട്രൈക്കേഴ്സ് ഒന്നും ഇല്ലാത്തതുപോലെ ഇസാക്കിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇക്കിറ്റേക്കും അവരുടെ ലൈനിലുണ്ട്. എന്തായാലും അവരത് പൊക്കും. എനിക്ക് തോന്നുന്ന ഈ ബാർസ ലൂയിസ് ഡിയാസിന്റെ പിന്നാലെ ഉണ്ട്. അപ്പൊ ഡിയാസിനെ കൊടുക്കാതെ പിടിച്ചു വെക്കാനുള്ള ഒരു പരിപാടിയാണ്. ഡിയാസിനെയും കൂടി കൊടുത്തിട്ട് ബാർസക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസാക്ക് 100% ഉറപ്പാണ് ലിവർപൂൾ വരും. നമ്മളിവിടെ ആ പഴയ ഹോയിലുണ്ടിനെ വെച്ചിട്ട് തന്നെ. സിറിക്സി ഉണ്ട്, പക്ഷെ സിറിക്സിനെ കൊണ്ടൊന്നും കംപ്ലീറ്റ് കളിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ എംബോമയുടെ ഡീല് നടന്നു കഴിഞ്ഞാലും വീണ്ടും ചോദ്യചിഹ്നം വരുന്നത്, ആര് സ്ട്രൈക്കറായി കളിക്കും, ആര് ഗോൾ അടിക്കും? ഗ്യോക്കോറസ് പോയി, അവന് താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു പ്ലെയർ വേണ്ട. പിന്നെ ആകെ ഇപ്പൊ മാർക്കറ്റിലുള്ളത് വിക്ടർ ഒസിമൻ ആണ്. അവന്റെ സാലറി കൊടുത്ത് ഹീസ് എ പ്രൂവൺ സ്ട്രൈക്കർ കൊണ്ടുവരിക, ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി കൊണ്ടുവരിക. കൊടുക്കുന്ന സാലറിക്കുള്ള മുതൽ അവന്റെ കയ്യിലുണ്ട്, അവന്റെ അടുത്ത് കിട്ടുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചാ പോരെ. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്, പൈസ കിടന്നെങ്കിലൊക്കെ കിട്ടൂലേ?
ആരോട് പറയാൻ, ആര് കേൾക്കാൻ? വെറുതെ ഇങ്ങനെ വായിട്ട് അലക്കുക എന്നല്ലാണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. എന്തായാലും പ്രീ സീസണിന്റെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം തുടങ്ങി. ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റായിരിക്കും. കയറുമൊന്നുമില്ല, ഇങ്ങനെ മറ്റേ എസ്കലേറ്ററിൽ ഇങ്ങനെ നടക്കുന്ന പോലെ അതേ നടത്തായിരിക്കും ഉണ്ടാവുക. കാരണം പഴയ ടീം തന്നെയാണല്ലോ, ഒരു മാറ്റവും ഇല്ല. പുതിയ പ്ലേയേഴ്സ് ആണെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു. ഇത് സെയിം ടീം, സെയിം ആൾക്കാർ. എത്ര ദിവസം ഇത് അമോറമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും നോക്കാം. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കളത്തിലേക്ക് ഇറങ്ങാം. എവിടെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളതുപോലെ മുന്നോട്ട് പോവാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ.